ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയത്തി ട്രാഫിക് പോലീസായ അരുണുമായിട്ട് സ്നേഹത്തിലാണെന്ന് നമ്മുടെ സച്ചി തിരിച്ചറിയുന്നുണ്ട്. അത് മറ്റു ആരും മുഖേനയല്ല, നമ്മുടെ ദേവു തന്നെ രേവതിയുടെ നിർബന്ധപ്രകാരം അരുണിനെ പരിചയപ്പെടുത്തി കൊടുക്കാണ് കേട്ടോ. എന്നാൽ നമ്മുടെ അരുണാണെങ്കിൽ ഇപ്പൊ സച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുകയാണല്ലോ. അങ്ങനെ സച്ചി കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട്, ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. എന്നാൽ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, സച്ചിയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ഈ വിവാഹം നടക്കത്തുമില്ലെന്ന്. അങ്ങനെ സച്ചിയും അരുണും തമ്മിൽ നേർക്ക് നേർ പോരാടുന്ന ഒരു സൂപ്പർ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അവസാനമായിട്ട് നമ്മുടെ ദേവു എന്താണ് തീരുമാനം എടുക്കുന്നതെന്നും എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങൾ നമുക്ക് എപ്പിസോഡിൽ കാണാം. അങ്ങനെ ദേവു ആണെങ്കിൽ അരുണിൻ്റെ വീട്ടിൽ പോയിട്ട് അരുണിൻ്റെ അമ്മയെ കണ്ടിട്ട് വരുന്ന ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടതാണല്ലോ. ആ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ചിട്ട് അരുണ് ബൈക്കിൽ ദേവുവിനെയും കൊണ്ട് പോകുന്നത് രേവതി കാണുന്നുണ്ട്. രേവതി നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയും ശരത്തും ഒന്നും അറിയാതെ തന്നെ ദേവുവിനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയുടെ അടുത്ത് കള്ളത്തരം പറയാൻ നിവൃത്തിയില്ലാതെ ദേവു സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരുണ് നല്ലൊരാളാണെന്നും ആരാണെന്ന് പറയുന്നില്ല, നല്ലൊരാളുമായിട്ട് ഞാൻ സ്നേഹത്തിലാണ്, ഇപ്പോഴൊന്നും വിവാഹം വേണ്ട, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ദേവു പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം ദേവുവിന് ഒരിക്കലും തെറ്റുപറ്റില്ലെന്നുള്ള കാര്യം രേവതിക്കും അറിയാം. അങ്ങനെ സച്ചിയേട്ടനോടോ മറ്റാരോടും പറയില്ലെന്ന് ദേവു വിലക്കുന്നുണ്ടെങ്കിലും രേവതിക്ക് സച്ചിയോട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഈ കാര്യം വന്നിട്ട് രേവതി സച്ചിയോട് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേട്ടപാടെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ വരുന്നത്. എന്താ രേവതി പറയുന്നത്? ഒരിക്കലും ഈ പ്രണയം ആമ്പിള്ളേരും പെമ്പിള്ളേരും തമ്മിൽ തന്നെ കണ്ടെത്തുന്നതും മാതാപിതാക്കളുടെ അനുഗ്രഹം ഇല്ലാതെ ഈ വിവാഹം നടത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, ഇതൊരിക്കലും നടക്കില്ലെന്നാണ് നമ്മുടെ സച്ചി ആദ്യം പറയുന്നത്. എന്നാൽ നമ്മുടെ രേവതി ആണെങ്കിൽ അശോകേട്ടൻ്റെ മകളുടെ വിവാഹം നടത്തി കൊടുത്തത് സച്ചിയാണല്ലോ, അതിന് മുൻകൈ എടുത്തതും. അതുകൊണ്ട് തന്നെ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സച്ചിയോട് പറയുമ്പോൾ സച്ചി അവസാനമായിട്ട് സമ്മതിക്കുന്നുണ്ട്. ശരി, എങ്കിൽ പിന്നെ ദേവുവിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആ പയ്യനാണെന്ന് ആരാണെന്ന് പറ, നമുക്ക് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, എന്നോട് അവൾ ആളാരാണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നീട് വിവാഹത്തിനോടടുക്കുമ്പോൾ എല്ലാം പറയാമെന്നാണ് പറഞ്ഞേന്നെ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായല്ലേ, അപ്പോൾ എല്ലാം അവതരിപ്പിച്ചതിന് ശേഷമാണ് നമ്മളോട് പറയുന്നതേ. അല്ല സച്ചിയേട്ടാ, ദേവുവിന് ഒരിക്കലും തെറ്റുപറ്റില്ലെന്നറിയാമല്ലോ. സച്ചിയേട്ടൻ്റെ അനുഗ്രഹത്തോടു കൂടി, എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയേ അവൾ ഈ വിവാഹം നടത്തുള്ളൂ എന്ന് പറയാനേ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഞാൻ തന്നെ എല്ലാത്തിനും മുൻകൈയെടുത്ത് നല്ല രീതിയിൽ നടത്തുവന്നേ. ഇത് കേൾക്കുമ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം അച്ഛൻ മരിച്ചതിൽ പിന്നെ അവർ അനാഥരായെന്നുള്ള വിഷമത്തിൽ കഴിയുന്നവർക്ക് എല്ലാ കാര്യത്തിനും അവരുടെ കുടുംബത്തിൽ മുൻകൈയെടുത്ത് നടത്തി കൊടുക്കുന്നത് സച്ചിയാണല്ലോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, രേവതി എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം അങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല, പിന്നെ എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് പയ്യനെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് രേവതി ദേവുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പയ്യനെ ഉറപ്പായിട്ടും കാണണമെന്നേ. അങ്ങനെ ദേവു പറയുന്നുണ്ട്, ശരി രേവതി ചേച്ചി, എന്നാലും ഇപ്പോൾ അമ്മയോടൊന്നും പറയണ്ട, അമ്മയില്ലാത്ത ഒരു ദിവസം അമ്പലത്തിലേക്ക് വരാനായിട്ട് ഞാൻ പറയാം അരുണിനോട്, അപ്പോൾ രേവതി ചേച്ചി വന്നാൽ മതിയെന്ന് പറയാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടനെയും കൂടി വിളിക്കട്ടെ. രേവതി ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ സച്ചിയേട്ടനോട് ഞാൻ പതുക്കെ പറഞ്ഞോളാന്ന്. എൻ്റെ പൊന്നു മോളെ, സച്ചിയേട്ടനോട് പറയാതിരിക്കാനായിട്ട് എനിക്ക് കഴിയുമോ? സച്ചിയേട്ടനെ കൊണ്ടേ ഞാൻ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടും കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് ദേവു പറയുന്നുണ്ട്. രേവതി ചേച്ചി, എന്തായാലും ഇനി 1 വർഷം കഴിഞ്ഞിട്ട് മതി എനിക്ക് വിവാഹം വന്നേ. അതൊക്കെ ആയിക്കോട്ടെ, ഞങ്ങൾ ആ പയ്യനെയും കുടുംബത്തെയും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേന്ന് രേവതി പറയുന്നുണ്ട്.
എന്നാലും ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ, സച്ചിയേട്ടനോട് ഞാൻ തന്നെ പറഞ്ഞോളാന്ന്. അതൊന്നും സാരമില്ല, നീ അരുണിനോട് സമയം നോക്കി വരാൻ പറ, ഞങ്ങൾ വന്നോളാന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും പോകുന്നുണ്ട്. ഇതൂടാകുമ്പോൾ നമുക്ക് ദേവുവിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. കാരണം സച്ചി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയും സമ്മതിക്കും. തൻ്റെ ഇഷ്ടപ്രകാരം ആഗ്രഹിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ദേവു ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ലക്ഷ്മി അമ്മ അമ്പലത്തിൽ ഇല്ലാതിരിക്കുന്ന അവസരം നോക്കി ഇങ്ങനെ കുറേ ദിവസം ഇരിക്കുകയാണ് ദേവു. ഒരു ദിവസം രാവിലെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, മോളെ ഇന്ന് കടയിലേക്ക് ഒന്ന് പോകാവോ, അമ്മയ്ക്ക് ഒരല്പം തിരക്കുണ്ടെന്നേ. ഇത് കേൾക്കുന്ന പാടെ നമ്മുടെ ദേവുവിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അരുണിനെ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ പരിചയപ്പെടുത്താൻ ഒരു അവസരം നോക്കിയിരിക്കുകയാണല്ലോ. ശരിയമ്മേ, ഞാൻ ഇന്ന് കട നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വിവരം ദേവു വിളിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട്. രേവതി ചേച്ചി, ഇന്ന് എന്തായാലും അമ്മയില്ല, അരുണിനോട് ഞാൻ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയും സച്ചിയേട്ടനും കൂടി എത്തണമെന്നേ. അങ്ങനെ രേവതിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമാണ്. ദേവു കണ്ടെത്തിയ ആളെ കാണാൻ പോവാണല്ലോ. അങ്ങനെ ദേവുവും അരുണിനെ വിളിച്ച് പറയുന്ന സമയത്ത് അരുണും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എത്രയും പെട്ടെന്ന് ദേവുവായിട്ടുള്ള വിവാഹം നടക്കണം. അതിന് വേണ്ടിയിട്ട് ദേവുവിൻ്റെ വീട്ടുകാരെ പരിചയപ്പെടാൻ പോവാണല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതിൽ നേരത്തെ തന്നെ നമ്മുടെ അരുണ് അമ്പലത്തിന്റെ മുന്നിൽ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അരുണാണെങ്കിൽ പോലീസ് യൂണിഫോം ഒക്കെ മാറ്റി നല്ല സ്മാർട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അരുണിനെ കാണുന്നതും ദേവുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ദേവു ആവട്ടെ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരി പെൺകുട്ടിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ദേവുവിനെ കാണുമ്പോൾ അരുണും ഷോക്കായി പോവാണ് കേട്ടോ. ആഹാ, ഇന്നെന്താ സാരിയൊക്കെ ഉടുത്തിട്ട്? അതെ, ഇന്ന് അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള എൻ്റെ ചേച്ചിയും സച്ചിയേട്ടനെയുമാണ് അരുണേട്ടനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സന്തോഷ മുഹൂർത്തമല്ലേ, അതുകൊണ്ട് സാരി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയെന്നേ. എന്തായാലും നീ ഈ അമ്പലത്തിന് മുമ്പിൽ വെച്ചേ ദേവിയെ പോലെ ആയിട്ടുണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്കും അരുണേട്ടനും മോശമൊന്നുമല്ല, എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണേ. ഈ സമയമാണ് നമ്മുടെ ദേവു അരുണിന്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഇരിക്കുന്ന കാണുന്നത്. ഇതെന്താ അരുണേട്ടാന്ന് ചോദിക്കുമ്പോഴേ, അതെ ഇത് നിന്റെ വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലേ, അപ്പോൾ അല്പം മധുരം കൊടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ആന്ന് പറയണേ. ആഹാ, അരുണേട്ടൻ ആള് കൊള്ളാലോ. ഞാൻ ഓർത്തു അരുണേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസുകാരനായതുകൊണ്ട് ഇതുപോലുള്ള സെന്റിമെന്റ്സ് ഒന്നും കാണില്ലെന്ന്. ഓ, ഇത് മധുരം കൊണ്ട് തന്നെ ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അരുണ് ഇങ്ങനെ പുറത്ത് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇനി ദേവുവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ? ദേവു പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടൻ സമ്മതിക്കാതെ ഒരിക്കലും ഈ വിവാഹം നടക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ദേവുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അരുണേട്ടനെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത്? പിന്നെ സച്ചിയേട്ടനാണെങ്കിൽ ഒരല്പം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. ആളു പാവുക, സ്നേഹിച്ച എന്ത് വേണേലും അവർക്ക് വേണ്ടി ചെയ്യുമെന്നൊക്കെ ദേവും പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് നമ്മുടെ ദേവുവിൻ്റെ പയ്യനെ കാണാനായിട്ട് അവരിങ്ങനെ വരികയാണ്. നമ്മുടെ സച്ചിയും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. കാരണം ദേവുവിൻ്റെ പയ്യനെ കാണാനായിട്ട് പോവാണ്. താനാണ് ദേവുവിൻ്റെ വിവാഹം നടത്തി കൊടുക്കാൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് പോകണ്ടേ? ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സച്ചിയേട്ടാ, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതൊന്നുമല്ല രേവതി, നീ ഒരു കാര്യം ചെയ്യ്, ദേവുവിനെ വിളിച്ചിട്ട് അതിന് ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഇഷ്ടമെന്ന് ചോദിക്കുക, നമുക്കതനുസരിച്ച് മേടിച്ചിട്ട് പോവാന്നേ. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ദേവുവിനെ വിളിച്ചിട്ട് രേവതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പേര് പറഞ്ഞ അനുസരിച്ചിട്ട് ആവശ്യത്തിലധികം ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടാണ് സച്ചിയും രേവതിയും കൂടി പോകുന്നത്. ഇത് കാണുമ്പോൾ രേവതിക്കും അങ്ങ് മനസ്സെന്നറിയാണ്. കാരണം തൻ്റെ അനിയത്തിയുടെ വിവാഹം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ പോകുന്നത് സച്ചിയാണല്ലോ. അതും ഈ ഒരു ചെറിയ മീറ്റിങ്ങിന് പോലും ഇത്രയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ആ പയ്യനെ എന്നെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവോ? അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അല്ല, ദേവു കണ്ടെത്തിയ പയ്യൻ എന്തായാലും നല്ല വിദ്യാഭ്യാസവും നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ആളായിരിക്കും. എന്നാൽ ഞാനങ്ങനെയല്ലല്ലോ, ഞാനൊരു കാർ ടാക്സി ഡ്രൈവർ അല്ലേ, പിന്നെ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവല്ലേ എന്ന് പറയുകയാണേ. അങ്ങനെ ഒന്നും പറയല്ലേ സച്ചിയേട്ടാ, എൻ്റെ സച്ചിയേട്ടന് പഠിപ്പൊന്നും ഇല്ലെങ്കിൽ എന്നാ, എൻ്റെ സച്ചിയേട്ടന് എല്ലാവരുടെയും മനസ്സറിയാനും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അറിയാലോ.
പിന്നെ ആളുകളെ വിലയിരുത്തുന്നത് പഠിപ്പിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ലല്ലോ. സച്ചിയേട്ടനെ കാണുമ്പോൾ ആ പയ്യനെ കാണുമ്പോൾ സച്ചിയേട്ടനെ ഇഷ്ടമാകും. നമ്മുടെ ദേവുവിന്റെ സെലക്ഷൻ അല്ലേ, ഒരിക്കലും മോശമാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സച്ചിയുടെ യഥാർത്ഥ ശത്രുവിനെയാണെന്ന്. സച്ചിനെയാണ് കാണാൻ പോകുന്നതെന്ന് അരുണോ അറിയാതെ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അരുണാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ദേവുവിനോട് പറയാട്ടോ, എന്തായാലും നീ നിന്റെ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണെന്ന് വരെ അന്വേഷിച്ചാണല്ലോ കാണാൻ വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഊഹിക്കാവുന്നേ ഉള്ളെന്നേ. അപ്പോഴേക്ക് ദേവു പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിക്കാൻ പോന്ന അരുണേട്ടനോട് ഇത്രയും സ്നേഹം കാണുന്നതിന് മുമ്പ് കാണിച്ചെങ്കിൽ രേവതി ചേച്ചിനെ എങ്ങനെയാ നോക്കുന്നതെന്ന് അരുണേട്ടനും ഊഹിക്കാമല്ലോ എന്നേ. എന്നാൽ അരുണ് പറയുന്നുണ്ട്, ആഹാ നീ നോക്കിക്കോ, നിന്നെ ഞാൻ എങ്ങനെയാണ് നോക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ സച്ചിൻ രേവതിയും ഈ സമയം അമ്പലത്തിന്റെ മുറ്റത്ത് എത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, ദേവുവിന് ഞാൻ പൂ മേടിക്കാൻ മറന്നു. സച്ചിയേട്ടൻ അങ്ങോട്ട് കയറിക്കോ, ഞാൻ ഇപ്പം മേടിച്ചിട്ട് വരാന്നേ. എന്താ രേവതി ഇത്, വീട് നിറയെ പൂക്കട വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഓർക്കുന്നതെന്നേ. അയ്യോ സച്ചിയേട്ടാ, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് രേവതി ഓടിപ്പോയി പൂ മേടിക്കാനായിട്ട് പോവാണ്. ഈ സമയം രേവതി ശരി കയറി വാന്നും പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിനുള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. അങ്ങനെ ദേവും അരുണും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അരുണിനൊരു കോള് വരികയാണ് കേട്ടോ. അരുൺ അങ്ങോട്ട് മാറിപ്പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ കയറി വരികയാണല്ലോ. സച്ചിയും അരുണും മുഖാമുഖം കാണുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. സച്ചി മനസ്സിൽ പറയുന്നുണ്ട്, ഇവനെയാണല്ലോ നല്ല കാര്യത്തിന് വന്നപ്പോഴേക്കും മുഖം കണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ മുഖം വെട്ടിത്തിരിക്കുന്നുണ്ട്. അരുണിനാണെങ്കിലും ഭയങ്കര ആ സന്തോഷമായിട്ടുള്ള മൂഡെല്ലാം പോവാണേ. അങ്ങനെ ഫോൺ സംസാരിച്ച ശേഷം അരുണ് പെട്ടെന്ന് ദേവുവിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. മുഖത്തിന്റെ ഭാവവ്യത്യാസം കാണുമ്പോൾ തന്നെ ദേവ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അരുണേട്ടാന്ന്? അവൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയണേ. ആരുടെ കാര്യം അരുണേട്ടൻ ഈ പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു റൗഡിയെ കുറിച്ചിട്ട്? അവന്റെ വിചാരം അവന്റെ കയ്യിലെ ഈ ലോകം മൊത്തം ഇരിക്കുന്നതെന്ന്. അവൻ വെറുതെ എല്ലാവരോടും കയറി അടിയുണ്ടാക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും. അവൻ എപ്പോഴും എല്ലാവരോടും ഞാനുമായിട്ട് എപ്പോഴും വഴക്കാന്നൊക്കെ പറയാണേ. ഓ, അത്രയുള്ള കാര്യം. എൻ്റെ അരുണേട്ടാ, അമ്പലം ആവുമ്പോൾ പലരും വന്നു പോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയാൽ നമുക്കതിനെ സമയം കാണുന്നേ. അതല്ല ദേവു, എന്നാലും ഇവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യണ്ട. നമുക്ക് വല്ല റെസ്റ്റോറൻറ്റിൽ വല്ലതും പോയിരുന്ന് സംസാരിച്ചാലോ? ഇന്നത്തെ ആകെ മൂടും പോയെന്നൊക്കെ പറഞ്ഞിട്ട് അരുണും ഇങ്ങനെ ഡെസ്പാവുന്നുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത് പൂ മേടിച്ചിട്ട് വരുന്ന രേവതി കാണുന്നുണ്ട്. എന്തു പറ്റി സച്ചിയേട്ടാ? ഇത്രയും നേരത്തെ മുഖഭാവം അല്ലല്ലോ, എന്തു പറ്റി? ഓ, ഇന്നത്തെ മൂഡ് പോയി രേവതി. ഞാനേ ഇന്ന് അവനെ കണ്ടുന്ന ആരെ കണ്ട കാര്യമാ? ആ പോലീസുകാരനില്ലേ ശ്രുതിയെ ലോക്കപ്പിനകത്ത് ഇട്ടതും എന്നോട് വെറുതെ ഏത് നേരവും അന്ന് ട്രാഫിക്കിൽ വെച്ചിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ അവന്, ആ അരുണെന്ന് പറഞ്ഞവൻ, അവൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ദേവുവിനോട് വിളിച്ച് പറ, നമുക്ക് ഇവിടെ വെച്ച് വേണ്ട, അപ്പുറത്തോട്ടം കാണാം, മാറിപ്പോയിരുന്ന് സംസാരിക്കാന്നേ. അതൊന്നും സാരമില്ല സച്ചിയേട്ടാ, നമ്മളിപ്പോൾ അവരെ കാണാൻ വന്നതല്ലേ. സച്ചിയേട്ടൻ വാ, നമുക്ക് അവരെ കാണാമെന്നും പറഞ്ഞിട്ട് രേവതി സച്ചിയും പിടിച്ചുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുന്ന സമയത്ത് ദേവു അരുണും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണല്ലോ. അരുണാണെങ്കിൽ ഒരു ഭിത്തിയുടെ മറവിൽ, ഒരു തൂണിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കയറി വരുന്ന സമയത്ത് ദേവുവിനെ മാത്രമാണ് ഇവർ കാണുന്നത്. രേവതി പറയുന്നുണ്ട്, ദേ സച്ചിയേട്ടാ, അവിടെ ദേവു ഉണ്ടെന്നേ. ദേവു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷവുമാണ്. അപ്പോൾ ആ സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഈ സമയം ദേവുവും കാണുന്നുണ്ട്. അരുണിട്ട ഇങ്ങോട്ട് വാ, ദേണ്ട അവർ രേവതി ചേച്ചിയും സച്ചിയേട്ടനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അരുണിനെയും അടുത്തേക്ക് വിളിക്കുകയാണ്. ഇങ്ങനെ രണ്ടു കൂട്ടരും പരസ്പരം ഇങ്ങോട്ടേക്ക് കാണാനുള്ള ആഗ്രഹത്തിലും സന്തോഷത്തിലും വരുന്ന സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും അരുണിനെ കാണുന്നതും ഷോക്കായി പോവാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിയും രേവതിയും കണ്ട അരുണും ഷോക്കായി പോവാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കയ്യിലിരുന്ന ഫ്രൂട്ട്സ് കവറെല്ലാം തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി.
സച്ചി. കാരണം ദേവുവാണ് അരുണിന്റെ കൂടെ വരുന്നത്, അത് തന്നെയാണ് ദേവു ഉദ്ദേശിച്ച പയ്യെന്നും മനസ്സിലാക്കുന്നുണ്ട്. രേവതിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാതെ നിൽക്കുകയാണ്. ഈ സമയം ദേവു കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. സച്ചിയേട്ടാ, ദേ ഇതാണ് അരുണേട്ടൻ, കോൺസ്റ്റബിൾ ആണ്, ഇദ്ദേഹമാണ് ഞാൻ സ്നേഹിക്കുന്ന പയ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് ദേവു ആണെങ്കിൽ സച്ചിനെയും അരുണിനും പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. അരുണേട്ടാ, ഇതാണ് എൻ്റെ സച്ചിയേട്ടൻ, ദേഷ്യക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ അല്പം മൂക്കിനറ്റത്തെ ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കോമഡിയൊക്കെ പറയും, പിന്നെ സംസാരം നിർത്തത്തേ ഇല്ല. സച്ചിയേട്ടൻ്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം അരുണിനും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയെ നോക്കിയിട്ട്. അങ്ങനെ ദേവു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതിയുടെ അടുത്തേക്കും ചെന്നിട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി എങ്ങനെയുണ്ട് അരുണേട്ടനെ, ഇഷ്ടപ്പെട്ടോ? അരുണേട്ടൻ ഇപ്പോൾ എന്തോ ഇവിടെ കംഫർട്ടബിൾ അല്ല. അരുണേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു റൗഡി ഉണ്ട്, ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. അയാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു വല്ലതും സംസാരിച്ചല്ലോ എന്ന് ദേവു ചോദിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ചുട്ടുപിടിച്ച് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ രേവതിയോട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ദേവുവിൻ്റെ ആ സന്തോഷം പെട്ടെന്ന് തല്ലിക്കെടുത്താനും സച്ചിക്കും മനസ്സ് വരുന്നില്ല കേട്ടോ. സച്ചി ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണേ. അപ്പോഴേക്ക് ദേവു ചോദിക്കുന്നുണ്ട്, അയ്യോ രേവതി ചേച്ചി, അതെന്താ സച്ചിയേട്ടൻ പോയത്, അരുണേട്ടനുമായിട്ട് സംസാരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അതെന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് രേവതി പറയുന്നത്, ദേവു നീ പറഞ്ഞില്ലേ, അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു റൗഡി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അയാൾ പറഞ്ഞത് മറ്റാരെക്കുറിച്ചുമല്ല സച്ചിയേട്ടനെ കുറിച്ചിട്ടാണെന്നേ എന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കവർ രേവതി ദേവുവിൻ്റെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു കൊടുത്തിട്ട് സച്ചിയുടെ പുറകെ രേവതി അങ്ങ് പോവുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി കാറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണേ. രേവതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി ഇതൊന്നും ശരിയാവില്ല. ദേവു കണ്ടുപിടിച്ചത് നല്ലൊരു പയ്യനാണെന്നും പറഞ്ഞിട്ട് ഇവനെയാണോ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിവാഹം നടത്തില്ല. ഇവക്കെന്താ, ദേവുവിനെന്താ ഈ നാട്ടിൽ വേറെ ഒരു പയ്യന്മാരെയും കിട്ടില്ലേ, എന്തായാലും അത് ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോട് നിൽക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ദേവുവിന് തെറ്റുപറ്റില്ലെന്നുള്ള കാര്യം നമുക്കറിയാലോ, എന്താ സംഭവിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ദേവുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് പതുക്കെ മനസ്സിലാക്കാന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇനി എന്ത് കൂടുതൽ മനസ്സിലാക്കാന്ന രേവതി പറയുന്നത്? നോക്ക് രേവതി, എന്തായാലും ഇവനെയൊന്നും വിവാഹം കഴിച്ച ഒരിക്കലും ദേവു സന്തോഷമായിട്ട് ഇരിക്കാനും പോകുന്നില്ല. ഇവനൊക്കെ നമ്മുടെ കുടുംബത്തിൽ കയറി പെണ്ണെടുക്കാൻ നോക്കുന്നോ? എന്തായാലും ഈ സച്ചി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് കാറിൽ കയറിയിട്ട് സച്ചി രേവതിയെ പോലും കൂട്ടാതെ കാർ എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. രേവതി ഓടിച്ചെന്നിട്ട് സച്ചിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആ ദേഷ്യത്തിൻ്റെ പുറത്ത് രേവതിയെ പോലും മൈൻഡ് ചെയ്യാതെ കാറും എടുത്തുകൊണ്ട് സച്ചി ഒറ്റ പോക്കങ്ങ് കൊടുക്കുകയാണ്. രേവതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ അമ്പലമുറ്റത്തിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ സമയം അമ്പലത്തിൽ ദേവും അരുണും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അരുണ് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിന്റെ ഭയങ്കര സ്നേഹതുല്യനായ ചേട്ടൻ? ഇവൻ കാരണമാണ് എനിക്ക് സസ്പെൻഷൻ പോലും കിട്ടിയത്. അരുണിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ദേവു തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ മറ്റൊരു മറുപടിയും പറയുന്നില്ല കേട്ടോ. ഈ സമയം രേവതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അമ്പലത്തിൽ കയറി വന്നിട്ട് ദേവുവിനെ കയ്യും പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. അരുണിനും മറ്റൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയാണേ. ഈ സമയം നമ്മുടെ സച്ചി ഭയങ്കര ദേഷ്യത്തോടു കൂടി കാർ എടുത്തുകൊണ്ട് പോയത് മറ്റെവിടേക്കും അല്ല, നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ലക്ഷ്മി അമ്മയും ശരത്തുമാണ് വീട്ടിലുള്ളത്. ഭയങ്കര ദേഷ്യത്തോടു കൂടി ചെല്ലുന്ന സച്ചിയെ കാണുമ്പോൾ തന്നെ ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ പ്രശ്നം? രേവതിയായിട്ട് വഴക്കുമെല്ലാം ഉണ്ടായോ? അതൊന്നും ഇല്ലമ്മേ, എന്തായാലും ഇതൊന്നും ശരിയാവില്ലെന്ന് പറയാനേ. ലക്ഷ്മി അമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷ്മി അമ്മയ്ക്കും കാര്യമൊന്നും മനസ്സിലാകാതെ സച്ചിയുടെ പുറകെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇതൊന്നും അത്രയ്ക്കങ്ങോട്ട് വളരാൻ വെച്ചുകൂടാ, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ പറയാൻ വന്നതെന്നേ. മോനെ എന്താന്ന് വെച്ചാൽ കാര്യം പറ, ഇത് മുളയിലെ നുള്ളേണ്ട കാര്യമാണ്. നമ്മുടെ ദേവു ഉണ്ടല്ലോ, ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്, ആ കാര്യമാണ് പറയുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മയും ശരത്തും ആകെ അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. മോനെ എന്താ പറയുന്നത്, ദേവുവിനെ കുറിച്ച് തന്നെയാണോ? ദേവു അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അല്ലല്ലോ എന്നേ. അമ്മേ
ദേവു അങ്ങനെയുള്ള പെൺകുട്ടി ഒന്നുമല്ല, പ്രണയിക്കുന്നത് ഒരു തെറ്റുമല്ല. എന്നാ ആരെയാണ് പ്രണയിക്കുന്നതാണ് വിഷയം എന്ന് പറഞ്ഞിട്ട് സച്ചി ലക്ഷ്മിയമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ അങ്ങ് നിറയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, ഇതിപ്പോ നമുക്ക് മുളയിലെ നുള്ളിക്കളയാവുന്ന കാര്യമുള്ളൂ മോനെ. എന്നാലും അവളുടെ ഈയിടെയായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. അവൾ എപ്പോഴും ഫോണിൽ കളിയാ. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സ് ആണെന്നോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒഴിഞ്ഞു മാറുണ്ടായിരുന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതൊന്നും തെറ്റല്ലല്ലോ, അതൊക്കെ പ്രായത്തിന്റെ പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാ നമ്മുടെ ദേവു കണ്ടെത്തിയ ആ ആളുണ്ടല്ലോ, അവൻ മഹാ അഹങ്കാരിയാണ്. അവന് ഒരിക്കലും ദേവുവിന് സന്തോഷമായിട്ട് നോക്കാൻ കഴിയില്ല. അതാണല്ലോ നമുക്ക് പ്രിയപ്പെട്ടത്. പിന്നെ അവൻ ആരാണെന്ന് അറിയോ? എന്നോട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അവനാണെന്ന് പറയുകയാണേ. അവൻ അഹങ്കാരത്തിന്റെ മേലില് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരുത്തനാ. അവന്റെ ജോലിയും പദവിയും വെച്ചിട്ട് അവൻ ഏതു പാവപ്പെട്ടവരുടെ മേലും നെഞ്ചത്തും കയറാനായിട്ട് അവൻ മടി കാണിക്കില്ല. അവൻ അത് മനസ്സിൽ വെച്ചിട്ട് പക വീട്ട് തന്നെ ചെയ്യും. അത്രയ്ക്കും ദുഷ്ടനാവൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അരുണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മയും ശരത്തും ഞെട്ടലോടുകൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഒരുപക്ഷെ ദേവുവിന് തെറ്റുപറ്റുമെന്ന് തോന്നുന്നില്ല. അയാള് ചിലപ്പോൾ നല്ലവനാണെങ്കിലോന്നേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. എന്താടാ, നിനക്ക് പറഞ്ഞ കാര്യം മനസ്സിലാവില്ലേ? അവൻ ഒരിക്കലും നല്ലവനാവില്ല. അവന്റെ കൂടെ ദേവുവിന് സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റില്ലെന്നും പറഞ്ഞിട്ട് സച്ചി ശരത്തിന്റെ നേരെയും ചാടിക്കടിക്കുകയാണേ. അങ്ങനെ സച്ചി ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാലോ ദേവുവിന് നല്ലത് വരുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ലെന്ന്. എന്തായാലും നമുക്കിത് വേണ്ടമ്മേ. ദേവുവിനെ ഒരിക്കലും സന്തോഷമായിട്ട് നോക്കാൻ അയാളെ കൊണ്ടാവില്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയോട് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ, നീ എന്തായാലും ദേവുവിനെ എങ്ങനെയാ കാണുന്നതെന്നും ദേവുവിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നുള്ളെന്നും ഈ അമ്മയ്ക്കറിയാം. എന്തായാലും ഇത് ഈ അമ്മയും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, ദേവു വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവുവിനെ മനസ്സിലാക്കി കൊടുക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവു മനസ്സിലാക്കിക്കോളും. പിന്നെ അവക്ക് അവിടെ പഠിപ്പിനും വിദ്യാഭ്യാസത്തിനും ആ സ്വഭാവത്തിനും പറ്റിയ പയ്യനെ ഈ സച്ചി തന്നെ കണ്ടുപിടിച്ചു കൊണ്ടുവരും. നമ്മൾ ദേവുവിന്റെ വിവാഹം എല്ലാവരും കാണുക അതിഗംഭീരമായിട്ട് നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നങ്ങ് പോവുകയാണ്. ഈ സമയം സച്ചി വീട്ടിൽ വന്നതൊന്നും അറിയാതെ ദേവുവിനെയും കൂട്ടിയിട്ട് രേവതി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേവുവിനെ കണ്ടത് ലക്ഷ്മിയമ്മ ഓടിപ്പോയിട്ട് ഒത്തിരി തല്ലുകയാണ് ചെയ്യുന്നത്. എടി, നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോടി. ഇതിനാണോടി ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇത്രയും വളർത്തി വലുതാക്കിയത്. നീ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതിനെ തടഞ്ഞുകൊണ്ട് രേവതി മുമ്പിൽ കയറി നിൽക്കുന്നുണ്ട്. അമ്മ എന്തായി കാണിക്കുന്നത്? അതിനു വേണ്ടി എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണേ. ലക്ഷ്മിയമ്മ ഇങ്ങനെ പൊട്ടിക്കരയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ ശരത്തിനെ നോക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇവിടെ വന്നായിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നേ. കേൾക്കുമ്പോഴേക്കും വീണ്ടും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ, എൻ്റെ വളർത്തു ദോഷമാണെന്നല്ലേ നാട്ടുകാരെല്ലാം പറയുള്ളൂ. ലക്ഷ്മിയമ്മ വീണ്ടും ചെന്നിട്ട് ദേവുവിനെ ഇങ്ങനെ മാറി മാറി അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ദേവു ഒരാളെ സ്നേഹിച്ചതെന്നുള്ള സത്യമാണ്. പ്രണയിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ലല്ലോ. അത് അമ്മയുടെയും സച്ചിയേട്ടൻ്റെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ആ വിവാഹം നടത്തണമെന്നുമാണ് അവൾ ആഗ്രഹിച്ചത്. അതൊരു തെറ്റാണോ? അവൾ കണ്ടുപിടിച്ചത് നല്ല ഒരു പയ്യനെ തന്നെയാണെന്ന് പറയണേ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, നല്ല പയ്യനോ? അവനാണോ നല്ല പയ്യൻ? സച്ചി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞു എന്ന് പറയണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അവൾ കണ്ടുപിടിച്ചത് ഒരു പോലീസുകാരനെ തന്നെയാ. സച്ചിയേട്ടന് അയാള് മോശക്കാരനായിരിക്കാം, എന്നാൽ ദേവുവിന് അയാള് നല്ലവനാന്ന് പറയാണേ. എന്നാൽ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അതെ, അവനെ എന്നെ ചെയ്യാന്നാ പറഞ്ഞത്. അവൻ സച്ചി മോനോട് ചെയ്തതും അവൻ എങ്ങനെയുള്ളവനാണെന്നും സച്ചി ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവനുമായിട്ട് ഈ വിവാഹം നടത്തില്ല എന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മയൊന്ന് സമാധാനിക്കേ. അവന് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്കും പറഞ്ഞ് നേരെയാക്കാമല്ലോ. എന്തായാലും എന്തു പറഞ്ഞ് നേരെയാക്കാന്നാ നീ വിചാരിക്കുന്നത്? എന്തായാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. സച്ചി പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു പയ്യനെ തന്നെ സച്ചിമോൻ കണ്ടുപിടിച്ചിട്ട് ദേവുവിന്റെ വിവാഹം നടത്തുവെന്ന്. ദേവുവിന് ദോഷം വരുന്ന ഒന്നും സച്ചി ചെയ്യില്ലെന്നും അറിയാലോ.
എന്തായാലും ഈ വിവാഹം നടക്കില്ല എന്ന് ലക്ഷ്മി അമ്മയും തീർത്ത് പറയുന്നുണ്ട്. എന്നാൽ ദേവു ഏറി പറയുന്നുണ്ട്, അമ്മേ അരുണേട്ടൻ നല്ലവനാണെന്നേ. ഇതോടെ കേൾക്കുമ്പോൾ ലക്ഷ്മിയമ്മ വീണ്ടും വന്നിട്ട് ദേവുവിനെ തല്ലുകയാണ് കേട്ടോ. അരുണേട്ടനോ നിനക്ക് എവിടുന്ന് കിട്ടിയവനാടി അത്? നീ സ്നേഹിക്കാനേ വലിയ പാടൊന്നും ഇല്ലായിരുന്നല്ലോ, അതുപോലെ തന്നെ മറക്കുന്ന കളഞ്ഞേര്, മറക്കാനും വലിയ പാടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ തല്ലുകയാണേ. അപ്പോഴേക്കും ദേവു ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് അവരെ രണ്ടുപേരെയും പോയി മാറ്റി വിടുന്നുണ്ട് രേവതി. എന്നതിന് ശേഷം ദേവുവിനെയും കൂട്ടി റൂമിലേക്ക് അങ്ങ് ചെല്ലുന്നിട്ട് രേവതി പറയുന്നുണ്ട്, മോള് സമാധാനമായിട്ടിരി. എല്ലാവരും ഇപ്പോൾ ദേഷ്യത്തിലിരിക്കുകയാണല്ലോ. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്തെ നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഒരിക്കലും കൂട്ടിപ്പിരിക്കേണ്ടതല്ലല്ലോ. നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ ശാന്തമായിട്ട് എല്ലാം ചിന്തിച്ചെടുക്കാം. മോളെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദേവു ആണെങ്കിൽ രേവതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണേ. അങ്ങനെ രേവതിയാണെങ്കിൽ ദേവുവിനെ ആശ്വസിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. സച്ചിയെ കൺട്രോൾ ചെയ്യാൻ രേവതിക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഒരിക്കലും അവനുമായിട്ട് ദേവുവിൻ്റെ വിവാഹം നടത്തില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് കേട്ടോ സച്ചി നടക്കുന്നത്. അങ്ങനെ ദേവുവിന് പറ്റിയ ഒരുപാട് ചെറുക്കന്മാരെ സച്ചി അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. നല്ല നല്ല ഓഫീസർമാരെയും നല്ല പയ്യന്മാരെയും ഒക്കെ സച്ചി കൊണ്ടുവന്ന് ലക്ഷ്മി അമ്മയുടെയും ദേവുവിൻ്റെയും മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആരെയും നമ്മുടെ ദേവുവിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇങ്ങനെ സച്ചിയേട്ടൻ ഇങ്ങനെ ഉടനെ തന്നെ വിവാഹം പല ചെറുക്കന്മാരെയും കൊണ്ടുവന്നിട്ട് വിവാഹം നടത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേവുവും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാൽ അരുണിൽ നിന്ന് എങ്ങനെയെങ്കിലും അരുണിനെ മറന്നു കളയാമെന്നും പറഞ്ഞ് ദേവു കുറച്ച് നാളത്തേക്കിനൊന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും കാരണം സച്ചിയേട്ടനെ ഞാൻ കാരണം വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ എന്ന് കരുതി ദേവുവിന് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. കാരണം അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നതും തൻ്റെ ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്നതും ഒക്കെ സച്ചിയേട്ടനാണല്ലോ. സച്ചിയേട്ടനെ എതിർത്ത് ദേവുവിനൊന്നും ചെയ്യാനും കഴിയില്ല. എന്നാൽ അതേ സമയം തന്നെ അരുണിനെ മറന്നിട്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനും ദേവുവിന് കഴിയില്ലെന്ന് ദേവു തന്നെ ആ സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നാള് വെയിറ്റ് ചെയ്തെങ്കിലും ഒരിക്കലും എത്ര രേവതി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും സച്ചി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവസാനം മറ്റൊരു നിവൃത്തിയില്ലാതെ അരുണും ദേവും കൂടിയിട്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാണ് കേട്ടോ. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ രേവതിയാണ് കട്ടയ്ക്ക് നിൽക്കുന്നത്. കാരണം സച്ചി പോലും അറിയാതെ ദേവുവിൻ്റെ മനസ്സിന് ഇണങ്ങിയ ദേവു സ്നേഹിക്കുന്ന ചെറുക്കനുമായിട്ട് രജിസ്റ്റർ മാരേജ് നടത്തിക്കൊടുത്ത് സാക്ഷിയായിട്ട് ഒപ്പിടുന്നതും നമ്മുടെ രേവതിയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നമ്മുടെ സച്ചി അറിയുമ്പോൾ രേവതിയുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാവുന്നുണ്ട്. അവസാനമായിട്ട് ദേവുവിന് ഒരിക്കലും മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് കരുതിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സച്ചി തന്നെ ആ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. അതിനെതിരെ ചന്ദ്രമതി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സച്ചിയും അരുണും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ദേവുവായിട്ടുള്ളത്, സച്ചിയും രേവതിയും ഈ വിവാഹം നടത്തുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.